നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേട്ടാൽ ഒരു സാധാരണ ട്രെക്കിംഗ് കഥയെന്ന് തോന്നും. പക്ഷേ ഈ കഥയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് അതിജീവനത്തിന്റെ അസാധാരണമായ ഒരു അധ്യായമാണ്. കുടക് വനത്തിന്റെ ആഴങ്ങളിൽ കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന ഒരു പ്രഭാതത്തിൽ ശരണ്യയുടെ യാത്ര ആരംഭിക്കുകയാണ്. പരിചയസമ്പന്നയായ ട്രക്കർ അഗസ്ത്യാകൂടവും ചെമ്പ്രകുടിയും മലനിരകളും കീഴടക്കിയ അവൾക്ക് തടിയണ്ടമോൾ അത്ര വലിയ വെല്ലുവിളിയല്ലായിരുന്നു. 2 മണിക്കൂറിൽ കയറിപ്പോയി തിരിച്ചു വരാം, അതായിരുന്നു പ്ലാൻ. പക്ഷേ പ്രകൃതി മറ്റൊരു കഥ എഴുതുകയായിരുന്നു. കയറുമ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ തിരിച്ചു മടങ്ങി. തിരിച്ചിറങ്ങാൻ തുടങ്ങിയ ശരണ്യ അപ്രതീക്ഷിതമായി കോടമഞ്ഞിൽ വഴിതെറ്റി. ചുറ്റും കാട്, നിശബ്ദത, അറിയാത്ത വഴികൾ, കൂടാതെ തിരഞ്ഞെടുത്ത വഴിയിൽ ആനപ്പിണ്ടത്തിന്റെ മണവും. അപകടം അടുത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശരണ്യ ആ വഴി ഉപേക്ഷിച്ച് മറ്റൊരു ദിശയിലേക്ക് നീങ്ങി. സൂര്യൻ മങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ പാറപ്പുറത്ത് അവൾ തങ്ങുകയായിരുന്നു. കയ്യിൽ ഒരു കുപ്പി വെള്ളം മാത്രം. ഭക്ഷണമില്ല, പവർ ബാങ്ക് ഇല്ല, സഹായത്തിനായി ആരുമില്ല. ഫോൺ ചാർജ് അവസാനിക്കുമ്പോൾ ഒരു സുഹൃത്തിനെ വിളിച്ച് സഹായം തേടാൻ പറഞ്ഞതോടെ ഫോണും സ്വിച്ച് ഓഫ്. ഒറ്റപ്പെട്ട രാത്രി, കാടിന്റെ ശബ്ദങ്ങൾ. എന്നാൽ പേടി അവളെ കീഴടക്കിയില്ല. 2-ാം ദിവസം ഒരു അരുവിയുടെ സമീപത്തെ പാറക്കെട്ടിൽ അവൾ കാത്തിരുന്നു. ഡ്രോൺ വരുമെങ്കിൽ കാണാൻ കഴിയണം, അതായിരുന്നു അവളുടെ പ്രതീക്ഷ. പകൽ മുഴുവൻ അവൾ കൂക്കി വിളിച്ചു. ആ ശബ്ദം തന്നെ ഒരിക്കൽ രക്ഷയുടെ സൂചനയായേക്കാമെന്ന വിശ്വാസം. 3-ാം ദിവസം മഴയുടെ ക്രൂരത. 1 മണിക്കൂർ നീണ്ട കനത്ത മഴ, നനഞ്ഞ ശരീരം, കഠിനമായ തണുപ്പ്, ഉറങ്ങാനാവാത്ത ഒരു രാത്രി. പ്രകൃതി പരീക്ഷിച്ചു, പക്ഷെ അവളുടെ മനസ്സ് കീഴടങ്ങിയില്ല. 4-ാം ദിവസം കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. ഇനി ഞാൻ തന്നെയാണ് വഴി കണ്ടെത്തേണ്ടത്. നനഞ്ഞ വസ്ത്രങ്ങളും ക്ഷീണവും മറികടന്ന് വീണ്ടും മല കയറാൻ തുടങ്ങി. ആനയും പുള്ളിപ്പുലിയും സഞ്ചരിക്കുന്ന വനപ്രദേശം. എന്നാൽ ശരണ്യയ്ക്ക് പേടി തോന്നിയില്ല. അവൾക്കുണ്ടായിരുന്നത് ഒരേ ഒരു ആയുധം, മനോധൈര്യം. അവസാനം ദിവസങ്ങളോളം നീണ്ട ആ ദുരൂഹമായ വനയാത്രയ്ക്ക് ഒരവസാനമുണ്ടായി. തളരാതെ നിശ്ചയദാർഢ്യവും അതിജീവന വീര്യവും ചേർന്ന് ശരണ്യയെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവന്നു. ഇത് വെറുമൊരു ട്രെക്കിംഗ് കഥയല്ല, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ശക്തി എത്ര ദൂരം പോകാമെന്നതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവ് തന്നെയാണ്.